ഞങ്ങൾ യാത്ര തിരിച്ചത് കാരഡോറിൽ നിന്ന് ബാങ്കർ, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബെൽഫാസ്റ്റിലെത്തി. അവിടെ നിന്ന് നേരെ ന്യൂട്ടൺ ആബി വഴി ലാണിലോട്ട് പോകുന്ന വഴി അനുസരിച്ച് ഞങ്ങൾ ഗ്ലെൻ വാട്ടർഫോൾസ് എത്തി. ഹായ്, വെൽക്കം ടു റോബിൻ ട്രാവൽ വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർഫോളിൻ്റെ ഏരിയയിലാണ്, ഗ്ലെൻ വാട്ടർഫോൾ. അപ്പം അതിൻ്റെ ഏരിയയിലാണ്, അത് കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ചെറിയ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അടിപൊളിയല്ലേ വെള്ളച്ചാട്ടം? നോക്ക, അടിപൊളിയല്ലേ? സൂപ്പർ, അടിപൊളി വെള്ളച്ചാട്ടം. ഇങ്ങനെ നമ്മൾ ഈ പടി കയറി മുകളിൽ ചെല്ലണം. നമുക്ക് നോക്കാം മുകളിൽ എന്തോ ഉണ്ടെന്ന്. അതിനു വേണ്ടിയാണ് പടി കയറി പോകുന്നത്. അയ്യോ, നല്ല രസമാണേ, വേണ്ട? ഇവിടെ ഒരു വഴിയുണ്ട്. അങ്ങോട്ട് പോയേ. നല്ല രസമാണ്, നല്ല അടിപൊളി. ഇവിടെ ഒരു ബെഞ്ചുണ്ട്, നമുക്ക് ഇരുന്ന് നമുക്കിവിടെ ഇരിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇങ്ങനെ നല്ല രസമാണ്, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം, അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി. നമുക്കിവിടെ ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്യാം, നല്ല രസമാണ്. ഈ വെള്ളത്തിൻ്റെ ഒച്ചയൊക്കെ കേട്ട് അടിപൊളിയല്ലേ? അങ്ങോട്ട് ഇങ്ങനെ വഴി കിടപ്പുണ്ട്, നമ്മളിങ്ങനെ പോവാ. ഇത് കാലൊക്കെ കേട്ടോ, രസമാണെന്ന് നോക്കി. ഈ വഴിയുടെ ഇടയ്ക്കൂടേക്ക് നടക്കാൻ പറ്റുന്ന തന്നെ സുഖം, അടിപൊളി. ഒരു ഈ മരത്തിൻ്റെയൊക്കെ പിന്നെ വലിപ്പം കണ്ടോ? അയ്യോ, അടിപൊളി. താഴെയൊക്കെ ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഫുള്ള് ഫോട്ടോ എടുപ്പാ, കണ്ടോ? അടിപൊളി.
ഇത് വഴി കണ്ടോ, അടിപൊളിയാണേ. എന്ത് രസമാണെന്ന് നോക്കി. നിങ്ങൾ ആരെങ്കിലും പ്ലാൻ ഉണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം കേട്ടോ. ഇതൊരു നമുക്കൊരു 1.25 മണിക്കൂറൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാം ഇവിടെ. കണ്ടേ കണ്ടോ, വേണ്ട അടിപൊളി. ഇവിടെ വന്നിട്ട് ഒരു വെള്ളച്ചാട്ടം കണ്ടില്ലെന്ന് ആരും പറയില്ലല്ലോ. ഇവിടെ ഇറങ്ങി വന്ന് ഇതാണ് ലാസ്റ്റ്. ഇവിടുന്ന് അങ്ങോട്ട് പടിയില്ല. ഇവിടെ ഏതാണ്ടൊരു പിന്നെ കയർ തൂക്കിയിട്ടേക്കുന്നുണ്ടാണ്. ഇല്ല, ടാർസന് എല്ലാം ചാടാൻ വേണ്ടിയുള്ള കയറാൻ തോന്നും. എനിക്കൊന്ന് അവിടുന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയാണോ എന്ന് തോന്നുന്നു. അവിടെ ഒരു മരം ഇങ്ങനെ ഇത് കണ്ടോ, മരം ഒടിഞ്ഞ് എൻ്റെ മണ്ടയ്ക്കൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുക. ഇവിടെ വരുന്നവർക്കൊക്കെ കുളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കുളിക്കാനൊക്കെ പറ്റും കേട്ടോ. അതിൻ്റെ ഉള്ള പിന്നെ തുണിയായിട്ടും തോർത്തുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുളിക്കാം. ഇവിടുന്ന് ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങുവാണ്. ഇവിടെ ഇങ്ങനെ ഈ പടി ഇറങ്ങി നമ്മളിങ്ങനെ തിരിച്ച് നമ്മുടെ സ്ഥലത്തിലോട്ട് പോവാം. നമ്മുടെ പാർക്കിംഗ് ഏരിയയിലോട്ട്, കാർ പാർക്കിംഗ്. ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ എന്തുമായാലും നല്ല രസമാണ് കേട്ടോ. നമുക്ക് ഒത്തിരി ഇങ്ങനെ സമയം കളയാൻ ഇവിടെ വന്നു കേട്ടോ. വരാത്തവരാണെങ്കിൽ ഇവിടെ വരേണ്ടതാണ്. അടിപൊളി സ്ഥലമാണ്. ഇത് കണ്ടോ, വെള്ളം ഒഴുകി പോകുന്നു. അടിപൊളി കണ്ട. അയ്യോ രസമാണേ. അതിൻ്റെ ഇടയ്ക്കൂടെ വെള്ളം ഒഴുകി താഴെ പോയി പിന്നെ അവിടെ ചെല്ലുന്ന ആ വലിയ വെള്ളച്ചാട്ടം പോലെ കാണുന്നത്. മരത്തിൻ്റെ ഒരു വലുപ്പം കണ്ടു, രസമാണേ. നമ്മൾ താഴോട്ട് പോവാ. ഇനിയിപ്പോൾ തിരിച്ച് ഇത്രയേ ഉള്ളൂ കാണാൻ. ഷോർട്ടാണ്. പിന്നെ പടികളുണ്ട്. പടി കയറി ഇങ്ങനെ
മേപ്പോട്ടും പോവാം, താഴോട്ട് പോവാം. മേളിൽ റോഡാണ്, മേളിൽ റോഡ് അത്രയേ ഉള്ളൂ. ഇവിടെ ഇത്രയേ ഉള്ളൂ കാണാൻ. ഇത് ഷോർട്ടാണ്, പക്ഷെ നല്ല രസമാണ് വന്ന് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. അടിപൊളി, നമുക്ക് മടുപ്പൊന്നും തോന്നുന്നില്ല, കാരണം അടിപൊളി. ഉണ്ട് ഇങ്ങനെ ചുമ്മാ പോയി നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഹലോ, ആണ് ഗ്ലെൻ വാട്ടർഫോൾ ആണേ. അതിങ്ങനെ നല്ല രസമാണ്, നല്ല തണുപ്പാണ് കേട്ടോ. വരുന്നവർ ഇതിന് ജാക്കറ്റോ അല്ലെങ്കിൽ സ്വെറ്റർ ഇട്ടുകൊണ്ട് വരുന്നത് നല്ലതാണ്. പ്രായമുള്ളവരും വരുവാണെങ്കിൽ അതൊക്കെ നല്ലത്. ഇവിടെ ഇങ്ങോട്ട് ഇതൊരു ഒരു വീടിൻ്റെ ഇതിലോട്ടാണ് ചെന്ന് ചേരുന്നത്. അതുകൊണ്ട് അത് പ്രൈവറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ വി വിൽ ഗോ ബാക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാണാൻ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. വേറെ ഇവിടെ അടുത്ത് വേറെ കാഴ്ചകൾ കാണാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇതാണ് നല്ല രസമായിരുന്നു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്ന് ഈ വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ ഇട്ട് നമുക്കിവിടെ ഇരിക്കാൻ നല്ല സൗകര്യമായിരിക്കും. നല്ല രസമാണ്, നല്ല വരണം കേട്ടോ. ഇവിടെ വന്ന് ചുമ്മാ ഒരു അരമണിക്കൂർ 45 മിനിറ്റ്സ് മതിയായിരിക്കും. ആള് പറഞ്ഞത് എങ്ങനെ ഇറങ്ങി വരണമെന്ന്. അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു ട്രിപ്പാണ്. പിന്നെ അത്രയേ ഉള്ളൂ. ഇവിടെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വാട്ടർഫോളൊക്കെ കാണാം. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ട്രെയിൽസ് ഉണ്ട്, ചുമ്മാ മേളിലും താഴെയായിട്ടൊക്കെ നടക്കാം. പിന്നെ ഇവിടെ വരാം. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഈ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾ കയറി വരുമ്പം കാർ പാർക്ക് ചെയ്യാം. അവിടെ നമുക്ക് കാർ ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ അങ്ങ് നടന്ന് കയറിയാൽ മതി. ചുമ്മാ ഒരു ടൈം പാസ്, അത്രയേ ഉള്ളൂ.
വരുമ്പം തന്നെ ഇങ്ങനെ ഒരു ബോർഡ് കാണാം ഈ വഴിയിലെ, ഇങ്ങനെ വാട്ടർഫോൾ എന്ന് പറഞ്ഞു. ഈ വഴിയാണ്. ഈ വഴി നിന്ന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഈ വാട്ടർഫോൾ എന്ന ബോർഡ് കാണാം. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കാം. ഇവിടെ ഒരു ഈ കുതിരയുടെ ഒരു സ്പോട്ടുണ്ട് ഇവിടെ. അത് ഞാൻ കണ്ടു കേട്ടോ. കണ്ടോ? കുതിരകൾക്ക് വേണ്ടി ട്രെയിനിങ് എന്നിട്ട് എന്തോ തന്നെ ഒരു പേര് പറയും, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ വന്നപ്പോഴേ നടന്നു കയറിയപ്പോൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചു, ഇവിടെയും വേണം നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ഇവിടെ കുറേ ബെഞ്ചുകളൊക്കെ ഉണ്ട്. ഒരു ബെഞ്ചുകളോ ഇവിടെ ഒക്കെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കഴിക്കാം. നല്ല അറിയാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇവിടെ വന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഒരു ഷോർട്ട് ട്രിപ്പാണ്, പോയിട്ട് ഒരു 3-4 മണിക്കൂറുള്ളിൽ തിരിച്ചു വരാം. ഇവിടെ നമ്മൾ ഈ പോകുന്ന വഴിക്കൊന്ന് നിർത്തിയതാണ്. അപ്പം ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഇവിടെ ആടുകൾ കാണാം, പിള്ളേർക്ക് ആടിനെയൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ ഇതൊരു ഫാം പോകുന്നു. ഇങ്ങനെ ആടുകളൊക്കെ ഉണ്ട്. ചുമ്മാ നല്ല അവിടെ അമ്മയും മോനും മക്കളും ഫോട്ടോ എടുക്കുന്നു. ഇവിടെ ആണെങ്കിൽ പശുക്കളെ കാണാം. ഇങ്ങനെ ഉണ്ടോ? ഇവിടെ എല്ലാം ഫാം ഏരിയ എന്ന് തോന്നുന്നു. നിങ്ങൾ ഈ പോകുന്ന ഏരിയ ഞാൻ ഒത്തിരി സൂം ചെയ്ത 10x സൂമിലാണ് ഇത് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായി, ചിലപ്പം അതിൻ്റെ ക്ലാരിറ്റി ഇച്ചിരി കുറവായിരിക്കും. ഇത് ഇത്രയും ദൂരം കണ്ടോ? 5x സൂമിൽ വരെ ഇച്ചിരി ക്ലാരിറ്റി കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങോട്ട് പിന്നെ പശുക്കളും ആടുകളും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ സൈഡിലാണ് ഇവിടെ ആടും ആട്ടുംകുട്ടികളും ഒക്കെ ഇവിടെ കാണാം. ഈ സൈഡിൽ കയറാൻ പറ്റത്തില്ല, ബിക്കോസ് അത് ഇവിടെ ഇങ്ങനെ ഫെൻസ് ചെയ്ത് വെച്ചേക്കുക. ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് പിള്ളേർക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പാർക്കിൽ വന്നു. നോയല വന്നില്ല, നോയല മത്തിരിപ്പുണ്ട് വണ്ടിക്കകത്ത് നിന്ന്. പിള്ളേർക്ക് 1 മണിക്കൂർ എന്നാൽ പാർക്കിലാവട്ടെന്ന് പറഞ്ഞ് ഇവിടെ ഒരു പാർക്കുണ്ട്. അവിടെ പിന്നെ വിട്ടു അവരൊന്ന് ചാടാൻ. ഇവിടെ പറയാൻ കാണിക്കും പാർക്ക്. ഇതാണ് ഇവിടുത്തെ പാർക്ക്. ഇതാണ് ഇവിടുത്തെ പഴയ പാർക്കാണ്. നല്ല നല്ല സ്ഥലമാണ് പിള്ളേർ കളിക്കാനേ. ഇവിടെ ജസ്വിൻ ഇന്നത്തിൽ കൂടെ കയറുക, എന്നിട്ട് ഈ കുഴൽ കൂടെ കയറി താഴെ ഇറങ്ങി വരും. എന്നോട് പറഞ്ഞ് അപ്പാ വീഡിയോ എടുക്കണം. ആ ഓക്കെ Okay, Justin. Oh, you are there? Okay, come. Okay. Yeah. I don't do that. Oh, you're coming there?
Papa, come here. Just chill. Sorry, speed. Tadi buka, Bu. Ow! Ow, Papa. Yeah. Look, we're wearing. ഇവിടെ രണ്ടുപേരുടെയും കലാപരിപാടികളാണ്. ഇവിടെ ഇവിടുത്തെ മറ്റവനെ കയറാതിരിക്കാൻ വേണ്ടി പേടിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടിയാണ് ഇവിടെ. ഒരുത്തന് അപ്പുറത്തൂടെ വരുന്നു, അവനെ ബ്ലോക്ക് ചെയ്യാം. Hello? Hello? പിന്നെ വീണ്ടും അതിനെ മേളിൽ പോയി അവന്മാര് അതിൽ കളിക്കാൻ. ഇതാ വരുന്നു അടുത്ത്. ഇവിടെ നല്ല സ്ഥലമാണ്, നല്ല പ്ലേ ചെയ്യാൻ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. മണ്ട കയറാനും സ്ലൈഡ്, മറ്റേ കുഴലിനകത്ത് ഇറങ്ങി വരാനും, പിന്നെ ഇവിടെ പിന്നെ ഈ ചാടാനുള്ള സൗകര്യങ്ങളും ഇരിക്കാനും ബെഞ്ചും ഒക്കെ ഉണ്ട്. കണ്ടു. ട്രാംപോളിനകത്ത് പിന്നെ ചാട്ടമാണ്, രണ്ടുപേരും ചാടിയാണ്. പിന്നെ ഇവിടെ ഇന്നത്തെ കൂടെ നല്ല പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ്. ജസ്റ്റ് നമുക്ക് നടക്കാം, അവിടെ ഇരിക്കാം, പാർക്ക് അറിയാമല്ലോ. പിന്നെ എന്താ അവിടെ ഒരു ചെറിയൊരു ഒന്നുമില്ല, ഇത് ഇങ്ങനെ പണിതിട്ടേക്കോ, നമുക്ക് ചുമ്മാ അവിടെയൊക്കെ പോയി ഇരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള സംഭവം. പിന്നെ ഇത് കണ്ട ഇത് വെച്ച് നമുക്ക് കണ്ട ഈ വടി എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഇതിൽ ശബ്ദം ഉണ്ടാക്കാം. പക്ഷെ അത് പ്ലേ ചെയ്യാൻ അറിയാമെങ്കിൽ ഇത് വെച്ച് ചെയ്യാം. അതിൻ്റെ എല്ലായിടത്തും ഉണ്ട്. ഇതുണ്ടോ? എല്ലാത്തിൻ്റെയും ഇതിങ്ങനെ അറിയെങ്കിൽ, പ്ലേ ചെയ്യാൻ അറിയുമെങ്കിൽ. ഇത് ഓരോ സൗണ്ട്സാണ്. മറ്റേത് ഇച്ചിരി വൈഡാണ്, ഇത് ഇച്ചിരി ലൈക്ക് ഡിഫറെൻറ്റ് സൗണ്ട്സാണ്. ഇതാണ് അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് ഇവിടെ. അത് പിള്ളേർക്ക് ചുമ്മാ ടൈം പോകാൻ വേണ്ടിയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, മഷ്റൂമിൻ്റെ ഒരു സാധനം ഇങ്ങനെ നിർമ്മിച്ച് വെച്ചേക്കുന്നത് ഇവിടെ. അതേപോലെ ഒരു പടിയോടി ചുമ്മാ ഇങ്ങനെ ഇവിടെ ഒരു ചെയറുണ്ട്, നമുക്കും കൂടി പിന്നെ ഇവിടെ ഇരിക്കാം. ഇപ്പോൾ ലൈക്ക് ഇങ്ങനത്തെ ഉള്ള പാർക്കുണ്ടെങ്കിൽ ചുമ്മാ പിള്ളേർക്കൊക്കെ ടൈം പാസ്സാണ്. ചുമ്മാ ഏതെങ്കിലും ടീച്ചർ വന്നിരുന്ന് പിള്ളേരെ ഇവിടെ ഈ ചുറ്റും ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുന്ന പോലെ നമുക്കൊരു ഫീല് കിട്ടും. ഈ പിക്ചർ മീൻസ് ലൈക്ക് ഈ ചെയറും ഈ സംഭവവും കാണുമ്പോഴേ വൺസ് അപ്പോൺ എ ടൈം ഒരു സ്റ്റോറി പറയുന്നത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കേട്ടോ, വൺസ് അപ്പോൺ എ ടൈം. അതിന് ഒരു ടീച്ചറിന് അവിടെ ഇരുന്നിട്ട് ഒരു സ്റ്റോറി പറയും. ഇവിടെ കുട്ടികളൊക്കെ ഇരുന്ന് ടീച്ചറിനോ പിന്നെ മുതിർന്നവർക്കോ ആർക്കും വേണിരുന്നെങ്കിൽ പിള്ളേർക്ക് സ്റ്റോറി പറയാൻ വേണ്ടിയുള്ള ഒരു സംഭവം പോലെയാണ് ഇത്. വീണേ അതാണ് ഇവിടെ. ഇതൊരു ആർട്സ് ലെഷർ ലാൻഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ന്യൂട്ടൺ ആർട്സിലൊരു സംഭവമാണ്. അതുകൊണ്ട് പിന്നാണ്ട് ഇവിടെ ഒരു പിള്ളേർക്ക് ഇങ്ങനെ ചുമ്മാ കളിക്കാൻ വേണ്ടി ഡ്രമ്മ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. രസമാണ്, പിള്ളേർക്ക് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇമാരൊന്നും വരത്തില്ല. 1 മണിക്കൂർ തന്നെ ഇട്ടത്, വരുത്തുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അതേപോലെ എൻ്റെ വീഡിയോയിൽ ലൈക്കും കമൻറ്റും ഷെയറും അതേപോലെ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. വീഡിയോ കാണുന്നവരെ